എടി വന്ദന പറഞ്ഞിട്ട് പോ. എന്നതാ? ഹസ്ലറിനെ പറ്റി പറഞ്ഞിട്ട് പോ. ഹസ്ലറിനെ കുറിച്ച് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംഭവം എന്നാന്ന് വെച്ചാൽ ഈ ഹസ്ലർ എന്താണെന്ന് അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഫോട്ടോ എല്ലാം കൊടുത്തേക്കാം. കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം വളരെ ചെറിയ ഒരു ലെങ്ത് ഒന്നും ഇല്ലാത്തൊരു കുഞ്ഞൻ വാഹനമാണ് ഈ ഹസ്ലർ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ കറൻലി നമുക്ക് ജപ്പാൻ മാർക്കറ്റിലൊക്കെയുള്ള ഈ കീക്കർസ് എന്ന് പറയുന്ന സാധനമില്ലേ, ആ ഒരു സംഭവത്തിൽ പെടുന്ന സാധനമാണ് ഈ നമ്മുടെ മാരുതി സുസുക്കി ഹസ്ലറും. കാണുമ്പോഴേ അറിയില്ല, ഞാൻ പറഞ്ഞ പോലെ തന്നെ കുഞ്ഞനാണ്, ഒരു 3.3 മാത്രമാണ് അതിൻ്റെ ലെങ്തും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ അതേ ഒരു രൂപഘടനയിൽ തന്നെ വേറെ മോഡിഫിക്കേഷൻ ഒന്നും ഇല്ലാതെ തന്നെയാണ് നമുക്ക് ഇവിടെ ഇന്ത്യൻ വിപണിയിലേക്ക് വാഹനം എത്തുന്നതെന്നാണ് നമ്മളിപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ ന്യൂസ് കണ്ടായിരുന്നു, കുഞ്ഞൻ വാഗണാർ വരുന്നതൊക്കെ പറഞ്ഞിട്ട്. സാധനം വാഗണാറൊന്നും അല്ല. അപ്പോൾ അങ്ങനെ കുറേ പേര് ഒരു പറയുന്നുണ്ടായിരുന്നു എക്സ്പ്രസോ വാഗണാർ അങ്ങനെ ഓരോന്നൊക്കെ. പക്ഷെ സംഭവം ഇതാണ്, അതായത് ഹസ്ലർ എന്ന് പറയുന്ന ആ ഒരു മോഡലാണ് നമുക്ക് തൽക്കാലം ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു വാഹനം ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് മറ്റേ ജപ്പാൻ മാർക്കറ്റിലൊക്കെ ഉണ്ട്. അവിടെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 660cc വാഹനമാണ്, അതും 3 സിലിണ്ടർ, ഒരു 30 എബവ് മൈലേജ് ഒക്കെയാണ് അവിടെ കിട്ടുന്നത്. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ വേറെ മോഡിഫിക്കേഷൻ ഒന്നും ഇല്ലാതെ ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഇറങ്ങിയാലേ കൂടുതൽ കാര്യങ്ങൾ പറയാൻ വരത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും 30 മേളിലൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു വാഹനമായിരിക്കും. പിന്നെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൈസ് റേഞ്ചാണ്. ഇപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു 5 ലക്ഷം, അറൗണ്ട് ഒരു 5 ലക്ഷത്തിലൊക്കെ നിൽക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആ ഒരു വിലയിലൂടെ സാധനം ഇറങ്ങിയാൽ എനിക്ക് തോന്നുന്നു എന്തായാലും ഹിറ്റാവാൻ പോവുമായിരിക്കും വാഹനം. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇതിന് മുന്നേ ഒരു പോസ്റ്റ് ഇട്ടു, അതിൽ കുറേയധികം ആൾക്കാർ ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞു, ലൈക്ക് 660cc വെച്ചിട്ട് എന്നാ ചെയ്യുന്നതെന്ന്. ആ കിടക്കുന്ന നാനോ 623cc ഉള്ളൂ. നാനോ എന്ന് പറയുമ്പോൾ അത് 2 സിലിണ്ടറേ വരുന്നുള്ളൂ. അതേസമയം നമുക്ക് ഹസ്ലറിലേക്ക് വരുമ്പോൾ തന്നെ ഈ 660cc നമുക്ക് 3 സിലിണ്ടറാണ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ അപ്പം 623 2 സിലിണ്ടറിന് വരുന്ന പെർഫോമൻസ് ഞാനോ യൂസ് ചെയ്യുന്നവർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ 660 ഒരു 3 സിലിണ്ടർ വരുമ്പോഴത്തേന് എന്തായാലും നമുക്ക് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇങ്ങനെ പ്രൊജഡ്യൂസ് ആയിട്ട് കൊള്ളത്തില്ലെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ അടുത്തായിട്ട് നമ്മൾ കേൾക്കാൻ പോകുന്ന ഒരു കുറ്റം എന്ന് പറഞ്ഞാൽ സേഫ്റ്റി കൺസേൺസ് ആയിരിക്കും. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഒരു വില ഒരു 5 ലക്ഷം അറൗണ്ട് ആയിട്ട് നിൽക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതും അധികം പേടിക്കേണ്ട ആവശ്യമില്ല. ലൈക്ക് ഇപ്പം അത്യാവശ്യം ഒരു ബൈക്കൊക്കെ ഇറങ്ങുന്നത് തന്നെ ആ ഒരു റേറ്റിലൊക്കെ ആണല്ലോ. സോ അപ്പോൾ നമുക്കൊരു 2 വീലർ അല്ലെങ്കിൽ ഒരു 3 വീലർ തരുന്നതിനെക്കാട്ടിലും കൂടുതൽ സേഫ്റ്റിയും കാര്യങ്ങളും എന്തായാലും ഉറപ്പായിട്ട് ഒരു 4 വീലറിന് കിട്ടുമെന്ന് നമുക്ക് എന്തായാലും പറയാനായിട്ട് പറ്റും. സോ നമ്മൾ അത് വെച്ചങ്ങ് കമ്പയർ ചെയ്യുക. ലൈക്ക് മഴയും വെയിലൊന്നും കൊള്ളാതെ ഒരു 5 ലക്ഷത്തിന് വണ്ടിക്കകത്ത് നമുക്ക് അത്യാവശ്യം AC ഇട്ട് സുഖമായിട്ട് പോകാൻ പറ്റുമല്ലോ. സോ സേഫ്റ്റി കൺസേൺസ് ഒന്ന് മാറ്റി വെച്ചാൽ ഉറപ്പായിട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു എക്സ്പെക്റ്റഡ് പ്രൈസ് റേഞ്ചിൽ ഈ വാഹനം ഇറങ്ങിയാൽ അത്യാവശ്യം എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ളതുകൊണ്ട് തന്നെ വണ്ടി ഹിറ്റാവാൻ പോകുന്ന എന്താ എനിക്ക് തോന്നുന്നു. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ഇട്ടേക്ക്.